നിങ്ങളുടെ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ വാണിംഗ് ലാമ്പുകൾ കത്തിക്കിടക്കാറുണ്ടോ? ഇത് കാണുമ്പോൾ കസ്റ്റമർക്ക് ടെൻഷനാണ്. വണ്ടി ഓട്ടത്തിൽ നിന്ന് പോകുമോ, വണ്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ. ഇത് നമ്മൾ റെഡിയാക്കാൻ സർവീസ് സെൻ്ററിലും വർക്ക്ഷോപ്പുകളിലൊക്കെ കയറി നല്ലൊരു ചാർജ് ഈടാക്കും. ഏകദേശം 500-1000 രൂപയൊക്കെയാണ് ഇത് റെഡിയാക്കുന്നതിന് ലേബർ ചാർജായിട്ട് മേടിക്കുന്നത്. എന്നാലൊരു ടെക്നിക്ക് ഉപയോഗിച്ച് ഇത് നിങ്ങൾക്ക് തന്നെ ശരിയാക്കാവുന്നേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലൊരു സ്പാനർ എടുത്തിട്ട് ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ മാത്രം ഒന്ന് ലൂസ് ചെയ്ത് ആ ലൈൻ മാറ്റി ഒരു 10 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇത് ECMൻ്റെ മെമ്മറി റൈസ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ലൈൻ തിരിച്ച് കൊടുത്ത് അത് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ മുട്ടരുത്. മുട്ടിക്കഴിഞ്ഞാൽ ഷോർട്ടാവും. എന്നിട്ട് നിങ്ങൾ വന്ന് നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ആ ലൈറ്റ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ ലൈറ്റുകൾ കത്തിക്കിടക്കാം. ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വാണിംഗ് ലാമ്പ് ഓഫ് ആവുകയാണെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യത്തോടെ വാഹനം കൊണ്ടു കിടക്കാം. താങ്ക് യു.